ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഈ കാണുന്ന ഓഷ്യൻ്റെ സെപ്റ്റി ടാങ്ക് ഒന്ന് സെറ്റിംഗ് ആണ്. അതായത് ഒരു 35 ഫ്ലഷ് വരുന്ന സെപ്റ്റി ടാങ്ക് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പഴയ ഒരു സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് ഫുള്ളായി. കാരണം ഇവിടെ വെള്ളം വലിഞ്ഞ് മാറാത്തൊരു ഇഷ്യൂ വന്നു. കാരണം അത് അപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുഴിയും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് സെപ്റ്റി ടാങ്കിനും സോക്ക് പിറ്റിനും ഉള്ള കാര്യങ്ങൾ എടുത്ത് വെച്ചു. നമ്മൾ അതിൻ്റെ അളവ് നോക്കുകയാണ്. അളവ് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ താഴേണ്ട വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അളന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കൊണ്ടുപോകേണ്ടത്. ഇതാണ് പഴയ ബാത്റൂമിൻ്റെ ലൈൻ വരുന്നത്, കണ്ടല്ലേ? വൈക്കകത്ത് കയറിയിട്ടാണ് ഇവിടുത്തെ ബാത്റൂം നേരെ ഇവിടെ നിന്നൊരു വൈക്കകത്ത് കയറി നേരെ പോവുകയാണ്. അതേപോലെ തൊട്ടിപ്പുറത്തും ഒരു ബാത്റൂമുണ്ട്, അത് ദാണ്ട് ഈ ഭാഗത്താണ്, കണ്ടില്ലേ? ഇവിടുന്ന് കൂടെ നേരെയാണ് പോകുന്നത്. അപ്പം മറുതലയ്ക്കലാണ് കുഴി. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം. ഇനി വീട് ചുറ്റിയാണ് ഇനി വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ 2 ഇഞ്ചിൻ്റെ പൈപ്പ് വെറുതെ അവിടെ ഇട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് എലിയുടെ ശല്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സെപ്റ്റി ടാങ്കിൻ്റെ ലൈൻ നേരെ ടാങ്കിലോട്ട് കൊണ്ടുപോകണം. അതായത് ഈ വേസ്റ്റ് ലൈൻ നേരെ ടാങ്കിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് നേരെ തിരിച്ചിട്ട് വേണം. ഇനി വലത്തോട്ട് പോയത് ഇടത്തോട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇത്രയും മാന്തി ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോബ്ലമായിട്ട് വന്നത് മഴയും കൂടെയാണ്. ചെറുതായി കൂടെ ഉള്ള ഈ മഴ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് മാന്തി ഇട്ടേക്കുന്നത്. അത്രയും പൈപ്പ് തെളിച്ച് മാന്തി ഇട്ടേക്കുന്നത്. കാരണം ആ പൈപ്പ് നിറച്ചും വേസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു 8ൻ്റെ പണി വീണ്ടും കിട്ടി. കാരണം ഇവിടെ പഴയ ഒരു ആഞ്ഞിലിയുടെ കുറ്റിയായിരുന്നു, കണ്ടില്ലേ? ആഞ്ഞിലി മുറിച്ചതിൻ്റെ ഒരു കുറ്റിയിരിക്കുന്ന ഭാഗമാണ്. ഇനി നമുക്ക് അതും കൂടെ ക്ലിയർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് പൈപ്പ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് റിസ്ക് പിടിച്ച പണിയാണ്. നമുക്ക് കോടാലി കൊണ്ടോ വെട്ടുകത്തി കൊണ്ടോ വെട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അത് ഇരിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്കത് കൊണ്ടുപോയേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിനി ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടം വരെ പൈപ്പിട്ട് ലെവൽ ചെയ്ത് മണ്ണ് ഇട്ട് വെച്ചിട്ടുണ്ട്. മണ്ണ് വിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തലേന്ന് മണ്ണിട്ടിട്ട് പോയതാണ്. നമ്മളിവിടെ ഈ ടാങ്ക് വെക്കാൻ വേണ്ടി 3 ദിവസമാണ് നമുക്ക് ചിലവായത്. കാരണം ഈ മഴയുടെ ഒരു കാരണം കൊണ്ട് 3 ദിവസം നമുക്ക് നഷ്ടമായി. അങ്ങനെ നമ്മൾ മണ്ണിട്ടിട്ട് പോയത് തലേന്ന് പെയ്ത മഴയും കൂടെ പെയ്യുമ്പോഴത്തേനും ഈ മണ്ണ് കുറേ അങ്ങ് ഇരുത്തും. ഈ പൈപ്പുകളെല്ലാം കറക്റ്റ് ഫില്ലിംഗ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഭാഗം പൈപ്പ് ഇട്ടിട്ട് അത് മണ്ണും ഇട്ട് നമ്മൾ പോയത്. അതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഫില്ലായിട്ടുണ്ട്, കണ്ടില്ലേ? പൈപ്പൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ഫില്ലായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മാന്തിക്കൊണ്ട് അത് കിളച്ചുകൊണ്ട് വന്നപ്പോൾ അടുത്ത മഴ പെയ്തു. ഇപ്പം ഇതാണ് അവസ്ഥ. 3 ദിവസമാണ് നമുക്ക് ഇതിനു വേണ്ടി നഷ്ടമായത്. അവിടെ കുഴിയെടുത്ത ഭാഗത്തെല്ലാം വെള്ളവുമാണ്. മഴ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കണ്ടിന്യൂസ്ലി അല്ല, കുറച്ച് പെയ്യും നിൽക്കും, കുറച്ച് പെയ്യും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ എടുത്തുകൊണ്ട് വരുന്ന ഭാഗത്തെല്ലാം വീണ്ടും ഈ മണ്ണ് തന്നെ വീണ്ടും ഇടിഞ്ഞ് അതിലോട്ട് വീഴും. അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഇതിനോടൊപ്പം തന്നെ നേരിട്ടായിരുന്നു ഈ സെപ്റ്റി ടാങ്കിൻ്റെ കുഴപ്പത്തിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് പൈപ്പിങ് കൊണ്ടുവന്ന് നേരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതായത് കുഴിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ആ സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് നേരെ കുഴിയിൽ ഇറക്കി. അതിനോടൊപ്പം തന്നെ നമ്മൾ മണ്ണ് വിട്ടു പോകണം. കാരണം ഈ മഴ പെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ മണ്ണ് വിട്ടു പോയി കഴിഞ്ഞാൽ ഗുണം പൈപ്പിൻ്റെ കറക്റ്റ് ഫില്ലിങ് നടക്കും എന്നുള്ളതാണ്. പിന്നീട് അല്ലെങ്കിൽ ബെൻഡിങ് ആയി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് മണ്ണ് വിട്ട് പോകുന്നത്. അതേപോലെ ഇവിടെ ഒരു എൻഡിക്യാപ്പിട്ട് നിർത്തിയേക്കുന്നത് ഈ കുഴിയുടെ ഭാഗം വരുന്ന ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടീ ഇട്ട് നിർത്തിയത്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ കുഴി കുറച്ചും കൂടെ താക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പം ഈ കുഴിക്കകത്ത് ഫുള്ളും വെള്ളമായിരുന്നു. അത് കുറേ പറ്റിച്ചതിന് ശേഷമാണ് പിന്നീടും അത് അവർ മണ്ണ് വാരി താത്തുകൊണ്ടിരിക്കുന്നത്. അതും ഇതിനോടൊപ്പം തന്നെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ ആ കുഴിയും കാര്യങ്ങളെല്ലാം ക്ലിയറായി വന്നപ്പോഴത്തേന് വീണ്ടും അടുത്ത മഴ, കണ്ടല്ലേ? ആ കുഴി ഫുള്ളും വെള്ളമായിട്ട് കിടക്കുവാണ്, മൊത്തം വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തലേ ദിവസം, ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്, തലേ ദിവസം കോൺക്രീറ്റ് ചെയ്തിരുന്നു. ആ തറയൊന്ന് കോൺക്രീറ്റ് ചെയ്തിരുന്നു. അതിനാണ് ആ ടാർപ്പ് ഇട്ടേക്കുന്നത്. ടാർപ്പല്ല, പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത്. കോൺക്രീറ്റ് ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ സെറ്റ് ചെയ്യാൻ വന്നപ്പം കുഴപ്പമില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു മഴയും പെയ്തു. അതാണ് ഈ വിഷയം. ഈ മഴ വരുന്നതാണ് ഏറ്റവും വലിയ ഒരു വിഷയമായിട്ട് നമുക്കിവിടെ വന്നത്. അതേപോലെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ പിടിച്ചു വെക്കാൻ നേരത്ത് റെയിൻ കോട്ടൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വെളിച്ചം കണ്ടപ്പോഴത്തേനും നമ്മളത് സെറ്റ് ചെയ്ത്, മഴയെന്ന് തോന്നപ്പോഴത്തേനും നമ്മൾ സെറ്റ് ചെയ്ത് സോക്ക് പിറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ ഓടൊക്കെ നിരത്തി വെച്ചേക്കുന്നത് ഈ സോക്ക് പിറ്റിൻ്റെ ഹോളുകൾ മണ്ണിടുമ്പോൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓട് നമ്മൾ റൗണ്ടിന് വെക്കുന്നത്. അങ്ങനെ വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം വലിഞ്ഞു മാറത്തില്ല. കാരണം ആ സോക്ക് പിറ്റിൻ്റെ അകത്തോട്ട് ഈ മണ്ണ് കയറി ഫില്ലാവും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കുറ്റി വെച്ചതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം. സെപ്റ്റി ടാങ്കിലോട്ട് വെള്ളം നിറയ്ക്കണം, ഫുള്ളും നിറയ്ക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ബക്കറ്റ് ചാണകവും നമ്മൾ ഇതിൻ്റെ അകത്ത് കലക്കി ഒഴിച്ചിട്ടുണ്ട്. കാരണം അണുക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ചാണകം ബെസ്റ്റാണ്, അത് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ വെള്ളം നിറച്ച് നോക്കുകയാണ്. വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സോക്ക് പിറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യത്തെ ലെയർ ഓട് വെച്ചിട്ടുണ്ട്. ഓട് മസ്റ്റായിട്ടും വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മെറ്റിലായാലും വെക്കുക. പക്ഷെ ഔട്ട് സൈഡ് ഓടാണ് വെക്കേണ്ടത്, ഉള്ളിൽ മെറ്റിലിട്ടാൽ മതി. പക്ഷേ നമുക്കിവിടെ പഴയ വീടിൻ്റെ ഓടുകൾ ഉള്ളത് തന്നെ വലിയൊരു കാര്യമായി. അതുകൊണ്ട് നമ്മൾ ഓട് വെച്ച് കവർ ചെയ്ത്
അതാണ്ട് അതിൻ്റെ അകത്ത്, അതായത് സോക്ക് പിറ്റിൻ്റെ അകത്ത് നമ്മളിതുപോലെ ഓടിട്ട് നമ്മളിനി മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 35 ഫ്ലഷിൻ്റെയാണ് വരുന്നത്. ഏതാണ്ട് ഒരു 17 രൂപ അടുപ്പിച്ചെന്നാണ്ട് ഇതിനായിട്ടുണ്ട്. ഓഷ്യൻ്റെയാണ്, ഈ കമ്പനിയാണ് എടുത്തേക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ ഈ ഫ്ലഷിൻ്റെ അകത്ത്, അതായത് ടാങ്കിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ അളവ്, അതായത് ഫില്ലാവുന്നതിൻ്റെ ലെവലിനനുസരിച്ച് ഇവിടെ സോക്ക് പിറ്റിലോട്ട് വെള്ളം വരുന്നതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഫ്ലഷ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പം എന്താണ്ട് കണ്ടില്ലേ, അവിടുന്ന് കറക്റ്റായിട്ട് നിറഞ്ഞ് വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നിറച്ച വെള്ളം കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ട്. അപ്പം നമ്മൾ സെപ്റ്റി ടാങ്ക് ചെയ്യുമ്പം നിറച്ചും വെള്ളം ഫില്ല് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം വെള്ളം ഫില്ലായി കിടന്നാൽ മാത്രമേ നമ്മൾ ഒരു ഫ്ലഷ് അടിക്കുമ്പോഴത്തേന് ബാക്കി അതേ ഫ്ലഷ്, അത്രയും വെള്ളം തന്നെ ഇവിടെ തിരിച്ച് റിട്ടേൺ വരണം. അതാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത്. അതായത് നമ്മൾ 1 കപ്പ് വെള്ളം നമ്മൾ ക്ലോസറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ 1 കപ്പ് വെള്ളം നേരെ സോക്ക് പിറ്റിൽ എത്തണം. വേസ്റ്റ് ഡംപ് ചെയ്ത് നമ്മൾ സെപ്റ്റി ടാങ്കിലും കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മസ്റ്റായിട്ട് സോക്ക് പിറ്റിൻ്റെ അകത്ത് ഓടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പെട്ടെന്ന് വലിഞ്ഞു മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അങ്ങനെ ചെയ്യണം. അല്ലാതെ ചുമ്മാ മണ്ണ് വാരി ഇട്ടിട്ട് കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആകും. കാരണം വെള്ളം വലിഞ്ഞു മാറാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് നമ്മൾ കവർ ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കുവാണ്. അങ്ങനെ നമ്മൾ അടുത്ത ലെയർ കണ്ട് ഇതുപോലെ ഓട് കവർ ചെയ്തിട്ട് നമ്മൾ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അടുത്തായി മഴ പെയ്തു. അപ്പോൾ ഈ ഇപ്പോൾ മഴ പെയ്യുന്ന നല്ലൊരു സാഹചര്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്തെല്ലാം മണ്ണ് കറക്റ്റായിട്ട് ഫില്ലാവാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സൈഡും നമ്മളിതുപോലെ കവർ ചെയ്ത് സോക്ക് പിറ്റിൻ്റെ അവിടെ ഓടൊക്കെ വെച്ച് ക്ലിയർ ചെയ്ത് നമ്മുടെ പിള്ളേരെ ഫുള്ളും ഇറക്കിയിട്ടുണ്ട്. കാരണം ഇത് 3ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഇറക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 3 ദിവസമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചിലവായത്. ഒരു സെപ്റ്റി ടാങ്ക് വെക്കാൻ നമുക്ക് 1 ദിവസം മതി. പക്ഷേ 3 ദിവസം നമുക്കിത് ചിലവായി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിള്ളേരെ സെറ്റ് എല്ലാം നമ്മുടെ ടീമിനെ എല്ലാം ഇറക്കി കൊണ്ട് തന്നെ നമ്മൾ കുഴി മണ്ണിട്ട് ഇന്നുകൊണ്ട് തന്നെ ഫില്ല് അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഇച്ചിരി വെയിലും നമുക്ക് ഇതിനോടൊപ്പം കിട്ടി. അങ്ങനെ നമ്മൾ ഫുള്ളും കവർ ചെയ്തു. പ്രധാനമായിട്ടും നമ്മൾ പഴയ വീടുകളിലുള്ളത് പഴയ കുഴികളാണ്. അതിനെക്കാട്ടി ബെറ്റർ അതിങ്ങനെ നിറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇതേപോലുള്ള സെപ്റ്റി ടാങ്കുകൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് കമ്പനി പറയുന്നത് തന്നെ 25-30 കൊല്ലം തന്നെ ഇത് നിറയത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിവിടെ എല്ലാം ക്ലിയർ ചെയ്തു. നമ്മൾ ബാലൻസ് വന്ന പൈപ്പും അതേപോലെ ഇവിടെ പഴയ ഇരുന്ന പൈപ്പും എടുത്ത് നമ്മൾ ഇതേപോലെ 2 ബാത്റൂമിന് ഒരു എയറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എല്ലാം മണ്ണിട്ട് ഇനി ഫില്ല് ചെയ്യാനുള്ളതാണ്. നമ്മൾ കുഴിയെടുത്ത മണ്ണ് ഇവിടെ ഇട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. നമ്മളല്ല, അത് ആൾക്കാരെ കൊണ്ട് നിർത്തി ചെയ്യിപ്പിച്ചോളും. അങ്ങനെ നമ്മൾ സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്തതിൻ്റെ അകത്ത് ഫുള്ളും മണ്ണിട്ട് ക്ലിയർ ചെയ്ത് അവിടെ തന്നെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ആ ഏരിയ ഫുള്ളും ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമ്മൾ ഫ്ലഷിനനുസരിച്ച്, അതായത് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള സെപ്റ്റി ടാങ്കുകൾ യൂസ് ചെയ്യുക. നമുക്കിവിടെ നഷ്ടപ്പെട്ട 3 ദിവസമാണ് ഈ മഴയുടേതായതുകൊണ്ട്. എങ്കിൽ പോലും നമ്മളത് ക്ലിയർ ചെയ്ത് നമ്മൾ ലെവലാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.